ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ ശരീരം മാറിയാൽ ജീവിതം മാറുമെന്നാണ്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവുന്ന ആക്ച്വലി ജീവിതം മാറ്റിയത് എൻ്റെ ശരീരമല്ല, ജിമ്മിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങളാണ്. ആദ്യമൊക്കെ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ വെയിറ്റ് കുറക്കാനാണ്, പിന്നെ മസിൽ ഉണ്ടാക്കാൻ, നമ്മുടെ ബോഡി ഷേപ്പ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മിററിൽ നമ്മളെ തന്നെ നോക്കിയാലും നന്നായല്ലോ എന്ന് പറയാം. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവും, അതായത് ജിമ്മ് നമ്മളെ പഠിപ്പിക്കുന്നത് ഡിസിപ്ലിനാണ്. ആക്ച്വലി വർക്കൗട്ട് ചെയ്യാൻ ഒരു മൂഡ് പോലും ഇല്ലാത്ത ദിവസം എന്നിട്ട് നമ്മൾ ജിമ്മിലേക്ക് എഴുന്നേറ്റ് പോകും. ബോഡി ടയേർഡായിരിക്കും, മൈൻഡ് സ്ട്രെസ്ഡ് ആയിരിക്കും, ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യും അല്ലേ. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നത്. കാരണം നമ്മൾ വെയിറ്റ് മാത്രമല്ല അവിടെ ലിഫ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തും കൂടിയാണ് നമ്മളവിടെ ഉയർത്തുന്നത്. ജിമ്മ് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും മോട്ടിവേഷൻ ഉണ്ടാവില്ല, പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസവും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കൗട്ട് നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ക്യാരക്ടറിനെയും കൂടിയാണ് ബിൽഡ് ചെയ്യുന്നത്. മോട്ടിവേഷൻ ഉള്ള ദിവസം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതല്ല വലിയ കാര്യം, മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസവും രാവിലെ എഴുന്നേറ്റ് ജിമ്മിലെത്തി ആ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളോട് തന്നെ ജയിച്ചതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യാം. അതുകൊണ്ട് നമ്മളുടെ ഗോള് വെറും ഒരു നല്ലൊരു ബോഡി ആകരുത്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറണം. കാരണം അവസാനം ജിമ്മിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മസിൽ മാത്രമല്ല, നമ്മളെ തന്നെ റീബിൽഡ് ചെയ്യാണ്.